ട്രെയിനിനുള്ളിലെ ഭക്ഷണശാലയിലേക്ക് വെള്ളം ചോദിച്ചു ചെന്ന യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു പൊള്ളിച്ച സംഭവത്തിൽ പാൻട്രി ജീവനക്കാരൻ അറസ്റ്റിലായി. നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന മുംബൈ സ്വദേശിയായ 24-കാരൻ അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ പാൻട്രിക്കാർ മാനേജരായ ഉത്തർപ്രദേശ് സ്വദേശിയായ രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് നേത്രാവതി എക്സ്പ്രസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ സംഭവമുണ്ടാകുന്നത്. മുംബൈയിൽ നിന്നും യുവാക്കളായ അശീഷ്, അനീഷ്, കിഷൻ, തേജസ്, സിതേഷ്, അഭിഷേക് ബാബു എന്നിവർ തൃശൂർ തൃപ്രയാർ ഉള്ള സുഹൃത്ത് ഹഷീഷിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. രാത്രി കയ്യിൽ കരുതിയ വെള്ളം തീർന്നപ്പോഴാണ് പാൻട്രി കാറിലേക്ക് യുവാക്കൾ എത്തുന്നത്. വെള്ളത്തിന് 200 രൂപ നൽകിയപ്പോൾ ചില്ലറയായി 15 രൂപ കൊണ്ടുവരാൻ പാൻട്രി കാർ മാനേജർ ആവശ്യപ്പെട്ടു. ഇതോടെ യുവാക്കളും ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇത് കഴിഞ്ഞ് സീറ്റിലേക്ക് തിരികെ പോയപ്പോഴാണ് തർക്കത്തിനിടെ പാൻട്രിക്കാരനകത്ത് വെച്ച് യുവാക്കളിൽ ഒരാളുടെ കണ്ണടയും തൊപ്പിയും മറന്നുവെച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. വീണ്ടും അത് എടുക്കാനായി ഇവർ പാൻട്രിയിൽ എത്തുകയും ചെയ്തു. എന്നാൽ രാവിലെ തരാമെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ വീണ്ടും കണ്ണടയും തൊപ്പിയും ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ പാൻട്രിക്കാർ ജീവനക്കാരനായ രാഘവേന്ദ്ര സിംഗ് ബക്കറ്റിൽ തിളച്ച വെള്ളമെടുത്ത് അഭിഷേക് ബാബുവിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. പിന്നാലെ യുവാക്കൾ റെയിൽവേ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ തൃശൂരിലെത്തിയപ്പോൾ പാൻട്രിക്കാർ ജീവനക്കാരനെ റെയിൽവേ പോലീസ് പിടികൂടുകയും ചെയ്തു. മുതുകിനും കാലിനും പൊള്ളലേറ്റ അഭിഷേക് ബാബുവിനെ സുഹൃത്തുക്കളും റെയിൽവേ പോലീസും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെ നിലവിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.